വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. എന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ വിരസമായതല്ല. കാർമേഘങ്ങൾ സൂര്യനെ മറയ്ക്കുമ്പോൾ തിരമാലകളെ ധൈര്യപൂർവം നേരിടുന്ന കഴുകനെ പോലെ സൂര്യൻ അണഞ്ഞു പോവുകയല്ലെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കും. ഭൂമി ദൈവത്തിന്റെ നന്മയെ സംശയിക്കാതിരിക്കാൻ, സ്വർഗത്തിന്റെ മറ മാറ്റി കാണിക്കാൻ ദൈവം എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം മാറ്റങ്ങൾക്കോ ഏറ്റക്കുറച്ചിലുകൾക്കോ അധീനനല്ല. അവിടുന്ന് എന്നേക്കും ഒരേ ആൾ തന്നെ. ഒന്നിനും അവിടുത്തെ തീരുമാനത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. മാനുഷികമായ ശക്തിയേക്കാൾ ശക്തിയേറിയ ഒരു ശക്തി എന്നിൽ അനുഭവിക്കുന്നു. എന്നിൽ കുടികൊള്ളുന്ന കൃപയാൽ ശക്തിയും ബലവും എനിക്ക് ലഭിക്കുന്നു. പ്രത്യാശയില്ലാതെ വിഷമിക്കുന്ന ആത്മാക്കളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെന്നാൽ ഞാനും ആ അഗ്നിയിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ ശക്തിക്ക് അതീതമായതൊന്നും ദൈവം നമുക്ക് തരികയില്ല. പലപ്പോഴും പ്രത്യാശയ്ക്ക് വകയില്ലെങ്കിലും പ്രത്യാശയോടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രത്യാശയിൽ മുന്നേറിയിട്ടുണ്ട്. അനാദികാലത്തിലെ അവിടുന്ന് തീരുമാനിച്ചത് എന്നിൽ നിറവേറട്ടെ. പൊതുവായ ഒരു നിയമം: സഹനങ്ങളിൽ നിന്ന് വിടുതൽ അന്വേഷിക്കുക എന്നത് ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ കാര്യമാണ്. ഏറ്റവും വലിയ കുറ്റവാളിയിൽ പോലും കൃപയും ധ്യാനവും എപ്രകാരം പ്രവർത്തിച്ചുവെന്നു കാണുക. മരണാസന്നന് എത്രമാത്രം സ്നേഹമുണ്ട്. അങ്ങ് പർദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഹൃദയപൂർവകമായ അനുതാപം ആത്മാവിനെ ഉടനെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു. തീക്ഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടി ആത്മീയ ജീവിതം നയിക്കണം. സ്നേഹം പരസ്പര പൂരകമായിരിക്കണം. ഈശോ എനിക്ക് വേണ്ടി കയ്പുനീര് മുഴുവനും കുടിച്ചെങ്കിൽ അവിടുത്തെ മണവാട്ടിയായ ഞാൻ അവിടുത്തോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എല്ലാ കയ്പും സ്വീകരിക്കും. ക്ഷമിക്കുവാൻ തയ്യാറുള്ളവൻ ദൈവത്തിൽ നിന്ന് വളരെ കൃപകൾ പ്രാപിക്കുന്നു. കുരിശിലേക്ക് നോക്കുമ്പോഴെല്ലാം ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കും. വിശുദ്ധ ജ്ഞാനസ്നാനം വഴി നാം മറ്റാത്മാക്കളുമായി കൂട്ടായ്മയിലായിരിക്കുന്നു. മരണം സ്നേഹബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് ഞാൻ എപ്പോഴും സഹായമായിരിക്കണം. ഒരു നല്ല സന്യാസിനിയാണെങ്കിൽ ഞാൻ ആ സഭയ്ക്ക് മാത്രമല്ല, മുഴുവൻ രാജ്യത്തിന് തന്നെ ഉപകാരിയായിരിക്കും. കർത്താവായ ദൈവം 2 വിധത്തിൽ തന്റെ കൃപകൾ വർഷിക്കുന്നു: പ്രചോദനങ്ങളിലൂടെയും ജ്ഞാനോദയങ്ങളിലൂടെയും. നാം കൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അത് നമുക്ക് നൽകും. എന്നാൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് സ്വീകരിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കൽ ആവശ്യമാണ്. സ്നേഹം വാക്കുകളിലോ വികാരങ്ങളിലോ അല്ല, പ്രവൃത്തികളിലാണ് പ്രകടമാകുന്നത്. അത് മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്, ദാനമാണ്. അതായത് ഒരു കൊടുക്കൽ. ബുദ്ധി, മനസ്സ്, ഹൃദയം, ഈ 3 കഴിവുകളെയും പ്രാർത്ഥനാ സമയത്ത് ഉപയോഗിക്കണം. ഞാൻ ഈശോയിൽ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ആദ്യം ഞാൻ ഈശോയിൽ ജീവിക്കണം. കുരിശിൽ നിന്ന് എന്നെ ഞാൻ വേർപെടുത്തുന്നില്ലെങ്കിൽ സുവിശേഷം എന്നിൽ വെളിപ്പെടും. എന്നിലുള്ള ഈശോ എൻ്റെ എല്ലാ കുറവുകളും നികത്തുന്നു. അവിടുത്തെ കൃപ നിരന്തരം എന്നിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ പരിശുദ്ധ ത്രിത്വം സമൃദ്ധമായി തന്റെ ജീവൻ എന്നിൽ വർഷിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ 3 പേരും എന്നിൽ വസിക്കുന്നു. ദൈവം സ്നേഹിക്കുമ്പോൾ തന്റെ ഉണ്മയാൽ, ഉണ്മയുടെ സർവശക്തിയാൽ സ്നേഹിക്കുന്നു. ദൈവം എന്നെ ഇപ്രകാരം സ്നേഹിക്കുന്നെങ്കിൽ അവിടുത്തെ മണവാട്ടിയായ ഞാൻ എപ്രകാരം പ്രത്യുത്തരിക്കണം?